ഈ പാമ്പ് വരുന്നത് ശരിക്കും CG ആണോ അതെ അതിനകത്ത് എന്തൊക്കെയാ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? റിയൽ ആയിട്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. ആ കാലിലേക്ക് കയറുന്നെല്ലാം റിയൽ പാമ്പാണ്. അതാരുടെ കാലായിരുന്നു അത് ഷോട്ടിനിടയിൽ പുള്ളി പാമ്പിനെ ഒന്ന് മാറ്റാൻ ഒരു പാമ്പ് കയറി കടിച്ചപ്പോൾ പുള്ളി കൈ ഒന്ന് കൊടുന്നു. ഈ പാമ്പ് എൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ ബ്ലെസ് സാർ ദൂരെ നിൽക്കുക, അത്ര അടുത്ത് പോയി നിൽക്കല്ലേ അതാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ ആടിനെ എങ്ങനെയാ അഭിനയിപ്പിച്ചത്? നോർമൽ ഒരു ആനിമൽ പോലെ അല്ല, ട്രെയിൻ ആവൂലാത്ത ഒരു ആനിമലാണ് പ്രത്യേകിച്ച് ആടുകൾ. അപ്പോൾ കുബൂസ് കാണിച്ചിട്ടായിരുന്നു ഇവരെയൊക്കെ പറ്റിച്ച് ഞങ്ങൾ അഭിനയം ഇവരിൽ നിന്ന് എടുത്തത്. അപ്പോൾ ആടിന് ആ റിയാക്ഷൻ കൊടുക്കണം അന്നേരം. ഇതിന് അങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനറും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ തന്നെ ആണ് പ്രൊഫഷണൽ ട്രെയിനേഴ്സും. ഒരുപാട് സമയം എടുത്തതാണോ അതേ ഭാഗ്യത്തിന് കിട്ടിയോ? ഒരുപാട് സമയം എടുത്തു. അത് എനിക്ക് തോന്നുന്നത് 35 ടേക്കോളം നമ്മൾ എടുത്തതാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാമൽസ് കടിക്കും, ഉപദ്രവിക്കും, ചവിട്ടും, ഇതൊക്കെ ചെയ്യും. നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഇതൊക്കെ മറക്കും. ആക്ച്വലി ആ ഷോട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അത് എടുക്കാൻ നേരത്ത് രാജുയുടെ ഒരു റിഫ്ലക്ഷനൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒട്ടകത്തിന് ഇരുത്തുപോയത്. അതിന് മേളിൽ ഞാൻ കയറി ഇരിക്കുന്നുണ്ട്. ഈ ഹോൾ വൾച്ചർ സീക്വൻസ് ബ്ലിസാറും ഞങ്ങളൊക്കെ കൂടെ അഭിനയിച്ച് എടുത്തേക്കുന്ന സീക്വൻസ് ആയത്. ആ പേടി അസാധ്യമായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ട് ആ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ വർക്ക് ചെയ്ത് പണ്ടാരിറക്കിയിട്ടുണ്ടെന്ന് തോന്നിയില്ല. അടിപൊളി സീനായിരുന്നു. അതെ, ആ ഉപദ്രവം ഇതെല്ലാം പെട്ടെന്ന് വേറൊരു മനുഷ്യനെ കാണുമ്പോൾ ആ ഒരു ഭയം, അത് ഇമോട്ട് ചെയ്യണ ഭയങ്കര. അതാണ് പൃഥ്വിരാജ് ആസ് എൻ ആക്ടർ. വേറെ ഒരു സിനിമയിലും കാണാത്ത പൃഥ്വിരാജ് ഒരു ആക്ടർ. ദിസ് ഇസ് കോൾഡ് പെർഫോമൻസ്. എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു. ഞാൻ ആ ഫസ്റ്റ് ഹാഫ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുക അടുത്ത ഫ്ലൈറ്റിൽ. ആടുജീവിതത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ റോബിൻ ജോർജാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. ഹായ് ഹായ്. പൊളിച്ചിട്ടുണ്ട് പടം. താങ്ക് യു. നജീബ്, ഹക്കീം, ഇബ്രാഹിം ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ പടം കണ്ടത്. അവരൊക്കെ ആ മരുഭൂമിയിൽ നിൽക്കുന്നതിൻ്റെ ഫീലും ചൂടും ഒക്കെ ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. എങ്ങനെ വരുന്നു റെസ്പോൺസ് ഒക്കെ? റെസ്പോൺസ് ഒക്കെ നല്ല റെസ്പോൺസ് വരുന്നു. അതിൻ്റെ വളരെ സന്തോഷമുണ്ട്. പല സ്ഥലത്തു നിന്നും പല സ്റ്റേറ്റ്സിൽ നിന്നും നമുക്ക് ഒക്കെ വരുന്നുണ്ട്. സോ നമുക്കും ഒരു സന്തോഷം. ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതിന് റെസ്പോൺസൊക്കെ നല്ല ഉഗ്രൻ റെസ്പോൺസാണ്. പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. ഈവൻ ഇൻ്റർനാഷണൽ നമ്മൾ ഓവർസീസും എല്ലായിടത്തും നമ്മൾ വേൾഡ് വൈഡ് ആയിരുന്നല്ലോ റിലീസ്. അപ്പോൾ അവിടെ നിന്നും നല്ല റെസ്പോൺസൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇത് തന്നെ പറഞ്ഞ എല്ലാവരും ഒരു പെയിനോട് കൂടെ, നജീബിൻ്റെ ഒരു പെയിനും ഹക്കീമിൻ്റെ ഒരു പെയിനോട് കൂടെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം അത് തന്നെ, നിങ്ങൾക്കും ഇത്രയും പെയിൻ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ പെയിൻ അല്ലല്ലോ, നജീബിൻ്റെ ഹക്കീമിൻ്റെ പെയിൻ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ശരിക്കും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് കുറേ ചോദിക്കാനുണ്ട്. കാരണം നിങ്ങളുടെ ഓരോ ഇടത്തെയും ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ആടിനെ എങ്ങനെയാണ് അഭിനയിപ്പിച്ചത്? ആടിനെ അത് ഭയങ്കര, ആടും ഒട്ടകത്തിനെ അഭിനയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു നോർമൽ ഒരു ആനിമൽ പോലെ അല്ല, ട്രെയിൻ ആവൂലാത്ത ഒരു ആനിമലാണ് പ്രത്യേകിച്ച് ആടുകൾ. ഞങ്ങളും അവിടെ ചെന്നിട്ടാണ് അവിടുത്തെ ഷെപ്പേർഡ്, അവിടുത്തെ ആൾക്കാർ, അവരുടെ ബിഹേവിയറൊക്കെ ഞങ്ങളും പഠിച്ചു. അപ്പോൾ അവർ ചില നോയ്സ് ഉണ്ടാക്കും ആടിനെ വിളിക്കാൻ, ചില നോയ്സ് ഉണ്ടാക്കും ആടിനെ അങ്ങോട്ട് വിടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് കുബൂസ് എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ R&D ആയിരുന്നല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് ട്രയലും എററും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാരണം ബ്ലെസ്സി സാറും അങ്ങനത്തെ ഒരു ഇപ്പം നജീബും ഹക്കീമിൻ്റെ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യും, ഒരു ആടിൻ്റെ ഒരു റിയാക്ഷനും എടുക്കാം. അപ്പോൾ ആടിന് ആ റിയാക്ഷൻ കൊടുക്കണം അന്നേരം. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്നേരം ഇരുന്ന് ആലോചിക്കണം, ഓക്കെ ഈ ആടിന് നമ്മൾ എങ്ങനെ റിയാക്ഷൻ കൊടുക്കും, അവിടെ എങ്ങനെ നിർത്തി വിളിക്കും. അങ്ങനെ R&D വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോന്നിങ്ങനെ ട്രയൽ. ഇതിന് അങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനറും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ തന്നെ ആണ് പ്രൊഫഷണൽ ട്രെയിനേഴ്സും. ഞങ്ങൾ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ ട്രെയിനറായി. ഇപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷെ ആ കുഞ്ഞാടിനെ നമുക്ക് ഷോട്ടിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇമോഷൻസ് ആണ് അത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. അത് ഒരുപാട് സമയം എടുത്തതാണോ അതേ ഭാഗ്യത്തിന് കിട്ടിയോ? ഒരുപാട് സമയം എടുത്തു. അത് എനിക്ക് തോന്നുന്നത് 35 ടേക്കോളം നമ്മൾ എടുത്തതാണ് അവിടെ. കാരണം ഒന്നാമത് ഒരു കുഞ്ഞാടാണ്. ആ ആട് ഒരു പൊസിഷനിൽ നിന്ന് രാജുവിൻ്റെ അടുത്തേക്ക്, നജീബിൻ്റെ അടുത്തേക്ക് നടന്ന് വന്ന് നിൽക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറേ, ചില സമയത്തൊക്കെ ആട് അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ പകുതി ആകുമ്പോൾ നിൽക്കും, തിരിഞ്ഞു വരും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ലാസ്റ്റിലാണ് നമുക്കൊരു ടേക്ക് അവിടെ വരെ എത്തണം കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് മേളിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കുബൂസായിരുന്നു ഇതിലെ മെയിൻ ഞങ്ങളുടെ പരിപാടി. അപ്പോൾ കുബൂസ് കാണിച്ചിട്ടായിരുന്നു ഇവരെയൊക്കെ പറ്റിച്ച് ഞങ്ങൾ അഭിനയം ഇവരിൽ നിന്ന് എടുത്തത്. ഈവൻ ക്യാമൽസ് ആയിക്കോട്ടെ, ക്യാമൽസ് ഒന്നാമത് നമുക്ക് പേടിയും കൂടെ ആയിരുന്നു. ക്യാമൽസ് കടിക്കും, ഉപദ്രവിക്കും, ചവിട്ടും, ഇതൊക്കെ ചെയ്യും. നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഇതൊക്കെ മറക്കും.
അതിനിടയിൽ കൂടെ ഞങ്ങളും നടന്ന് പോയി ക്യാമലിനെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഒതുക്കി നിർത്തി. ഇവൻ ആ കണ്ണ് ഷോട്ട് പോലും ഒക്കെ എടുക്കാനായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തതാണ് ഞങ്ങൾ ആ കണ്ണ് ഷോട്ട് എടുക്കാൻ പോയി. കുറേ ടൈം എടുത്തു ഞങ്ങൾ. ആക്ച്വലി ആ ഷോട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതെടുക്കാൻ നേരത്ത് രാജുയുടെ ഒരു റിഫ്ലക്ഷനൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒട്ടകത്തിന് ഇരുത്തുപോയത്. ആ ഒട്ടകത്തിന് ഇരുത്തിയിട്ട് അതിന് മേളിൽ ഞാൻ കയറി ഇരിക്കുന്നുണ്ട്. കാരണം ഒട്ടകം അവിടെ നിന്ന് ഇനിച്ച് പോകരുത്. അപ്പോൾ അതിന് മേളിൽ കയറി ഇരുന്നിട്ട് അതിൻ്റെ ഹെഡും എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ആ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പേടിയായിരുന്നു, ഇനി ഒട്ടകം എടുത്ത് ഓടുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പിന്നെ ഓർത്ത് നമുക്ക് ഷോട്ടാണല്ലോ ഇമ്പോർട്ടൻറ്റ്, അതെടുക്കാം. കാരണം ബ്ലെസ്സി സാറും അങ്ങനെയായിരുന്നു, എനിക്ക് അത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം, അതിൽ യാതൊരു കോംപ്രമൈസില്ല, എങ്ങനെ വേണമെങ്കിൽ എടുത്തു, പക്ഷെ എനിക്ക് ആ ഷോട്ട് എടുക്കും. CG ആയിരുന്നു ഞാൻ പേടിച്ചിരുന്നത് നന്നായി വരുമോ പേടിച്ചിരുന്നത്. പക്ഷേ രസമായിട്ട് തോന്നുന്നു, നമ്മുടെ ഒരു പടത്തിൽ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രൗഡ് ഉണ്ടല്ലോ, നമ്മുടെ സിനിമ പൊടിച്ചിട്ടുണ്ട്, നമ്മുടെ സിനിമ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ. അതുപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ, അതായത് നമുക്കത്തരം ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അഭിമാനമുണ്ട്. എനിക്ക് ഇമോഷൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ അഭിമാന ബോധത്തോടു കൂടിയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അത് ഭയങ്കര ഒരു നമുക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രൗഡല്ലേ? അതെ, അത് ഭയങ്കര പ്രൗഡ്. കാരണം അതിൽ ഈ ക്വാളിറ്റി ലഭിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കതിലൊരു അവർക്ക് കൊടുക്കുന്ന ടൈം ടു വർക്ക് ഓൺ ഇറ്റ്. ആ ടൈം ഈസ് ഓൾസോ മണി. ബ്ലെസ്സി സാർ ആ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ബ്ലെസ്സി സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു നമുക്ക് ഇതുണ്ടായിരുന്നു. ബ്ലെസ്സി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടണം, വാട്ട് എവർ ടൈം റിക്വയർഡ് ടേക്ക് ഇറ്റ്. അപ്പം ഞങ്ങളും ആ ഓരോ ഫ്രെയിമും VFX വർക്ക് ചെയ്തിട്ട് നമുക്ക് തരുമായിരുന്നു. ഞങ്ങൾ ഓരോ ഫ്രെയിം ചെക്ക് ചെയ്ത് അതിലെ കറക്ഷൻ, ഈവൻ ആ വൾച്ചർ സീക്വൻസൊക്കെ ഞങ്ങൾക്കത് കറക്ഷൻ വരാൻ നേരത്ത്, ഞങ്ങൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ഞങ്ങൾ വീഡിയോ കോളിൽ അവരെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ഈ ഹോൾ വൾച്ചർ സീക്വൻസ് ബ്ലിസാറും ഞങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ ഓഫീസിൽ അഭിനയിച്ച് എടുത്തേക്കുന്ന സീക്വൻസ് ആയത്. ഒരു ഡെഡ് ബോഡീനെ അവിടെ കിടത്തി അവിടുന്ന് ആരെങ്ങനെ വരും, ഏത് വൾച്ചർ എവിടുന്ന് അറ്റാക്ക് ചെയ്യും, ഇതെല്ലാം ക്രൂവിനെ വെച്ചിട്ട്, ക്രൂ ഓരോ വൾച്ചറായിരുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ റിഹേഴ്സൽ പോലും ചെയ്ത് നേരത്തെ VFX കൊടുക്കുന്ന മുമ്പ്. അതായിരുന്നു VFX കൊടുത്ത ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് ബ്ലെസ്സി സാർ തരുന്ന ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമുക്കും ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട്, നമുക്കും അതിൽ എങ്ങനെ അതിനെ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് എല്ലാവർക്കും ഒരു അഭിപ്രായം പറയണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് VFX അവരെയൊക്കെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരോട് അത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് ശരിയായിട്ടില്ല. പക്ഷേ ഫൈനലി അവർ നല്ലതായിട്ട് തന്നെ ചെയ്ത് തന്നു എല്ലാ ഷോട്ടും. അതായത് വരൾച്ചയും വെള്ളവും കാണിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം വറ്റി ഇങ്ങനെ വരുമ്പോൾ വൗ എന്ന് നമുക്ക് തോന്നുന്നില്ലേ, അങ്ങനെ ഒരു വൗ ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയാണ് ഇമോഷൻസിൽ പല സീൻസും നമുക്കിപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം സിനിമ കുറേ പേർക്ക് ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ ചില സീനിൽ, അത് ഒരു സീൻ ഞാൻ പറയാം, സ്പോയിലർ ആയി പോവില്ല എന്ന് കരുതുന്നുണ്ട്. കാറിൽ ഇയാൾ നജീബ് കയറാൻ ശ്രമിക്കാതെ പുറത്ത് നിൽക്കുന്ന സമയത്ത് അയാൾ സഹായിക്കുന്നുണ്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ട്. ആ പ്രേരിപ്പിക്കുന്ന സമയത്ത് നജീബിൻ്റെ ഒരു ഇമോഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു പേടിയുണ്ട്, അയാളുടെ ആ പേടിയുടെ ഒരു തുടർച്ചയുണ്ട്. ആ പേടി അസാധ്യമായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ വർക്ക് ചെയ്ത് പണ്ടാരടക്കിയിട്ടുണ്ടെന്ന് തോന്നിയില്ല. അടിപൊളി സീനായിരുന്നു. അത് ഞാനത് എല്ലാം ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളെല്ലാം കാണുമ്പോൾ പൃഥ്വിരാജ് ഒരു ആക്ടർ അവിടെ വന്ന് പെർഫോം ചെയ്തു. ഇതിൻ്റെ ബാക്കിൽ അതുപോലെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ കാര്യങ്ങൾ, നടപ്പായിക്കോട്ടെ, കൈയുടെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ചുണ്ടിൻ്റെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, കണ്ണിൻ്റെ ചിമ്മലായിക്കോട്ടെ, എല്ലാം അത് ഹോംവർക്ക് ചെയ്ത് വർക്ക് ചെയ്തെടുത്തേക്കുന്ന ഒരു ആക്ടറാണ്. പക്ഷെ നമ്മൾ അത് ഇങ്ങനെ ഡീറ്റെയിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിൽ ഇൻട്രസ്റ്റ് തോന്നുന്നത്. ഇതെല്ലാം ഹോംവർക്ക് ചെയ്താണ്, ഇതെല്ലാം ആ ഒരു മീറ്ററിൽ നിന്നിട്ട് ഇത്രയും നാൾ ആ ഉപദ്രവം ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറൊരു മനുഷ്യനെ കാണുമ്പോൾ ആ ഒരു ഭയം, ആ ഒരു പേടി, അത് ഇമോട്ട് ചെയ്യണ ഭയങ്കര ഒരു അതാണ് പൃഥ്വിരാജ് ആസ് എൻ ആക്ടർ. ഈ സിനിമയിൽ വേറെ ഒരു സിനിമയിലും കാണാത്ത പൃഥ്വിരാജ് ഒരു ആക്ടർ. ദിസ് ഈസ് കോൾഡ് പെർഫോമൻസ്.
ശരിക്കും അത് പല സ്ഥലത്തും ഇതേപോലെ തന്നെയാണ്. ഞാൻ എല്ലാവരും കരഞ്ഞ സീൻസിലല്ല ഞാൻ കരഞ്ഞേക്കുന്നത്. ഞാൻ 4 സ്ഥലത്ത് എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. മീൻസ് എൻ്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് ബ്രീത്ത് ചെയ്തിട്ടാണ് ക്ലിയർ ചെയ്തത്. കാരണം പറ്റുന്നുണ്ടായില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും പോലെയല്ല, നജീബിനെ ഓരോരുത്തരും ഓരോ രീതിയിൽ. നോവൽ വായിച്ച ആളാണ് ഞാൻ, പക്ഷേ കുറേ കാലമായി വായിച്ചിട്ട് രണ്ടാമതൊരു വട്ടം കൂടെ വായിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട നന്നായെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. കാരണം നോവൽ വേറെയാണ്, സിനിമ വേറെയാണ്. പക്ഷെ ചിലരൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. നോവലിൻ്റെ എടുത്ത ടൈം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ടൈമിനെ പരിഗണിക്കാതെ എല്ലാവരും കമ്പാരിസൺ നടത്തുന്നുണ്ട്. പക്ഷെ ആ കമ്പാരിസൺ ഞാൻ പോകുന്നില്ല. കാരണം സിനിമയ്ക്കൊരു പർട്ടിക്കുലർ ടൈമേ ഉള്ളൂ. അതിനുള്ളിൽ ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമയെ കണ്ടു. പക്ഷേ സിനിമയെ കാണുമ്പോഴും ഞാൻ അനുഭവിച്ച ആടുജീവിതം വായിച്ചനുഭവിച്ച ഒരു കാര്യം സിനിമയെ കാണുമ്പോൾ എനിക്ക് ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അത് ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു ഭയങ്കര വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അത്തരം ഈ നോവലും ഇതുമായിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെ വരുമ്പോഴും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ തുടക്കം മുതൽ ബ്ലെസ്സർ ഞങ്ങളിത് ഫിലിം സ്ക്രിപ്റ്റിംഗ് എല്ലാം ചെയ്യാൻ നേരത്ത് പോലും ബ്ലെസ്സറിന് ആദ്യം തൊട്ടൊരു ഇതുണ്ടായിരുന്നു, സെയിങ് സ്ട്രേറ്റ് ബുക്കിനെ കോപ്പി ചെയ്ത് നമുക്ക് പടം ചെയ്യണ്ട. ബിക്കോസ് അത് പിന്നെ പൃഥ്വിരാജ് തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ 10 മണിക്കൂർ ഒരു സീരീസ് പോലെ ആയിപ്പോൾ ആ സിനിമ മൊത്തം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് മാത്രം ബേസ്ഡ് ഓൺ ദിസ് ബുക്കാണ് കൂടുതലും പറയാനുള്ളത്. സോ ഇതിലെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് മാത്രം എടുത്തിട്ട് അതിൽ ഇമോഷൻസ് ആണ് വർക്ക് ചെയ്തത്. കാരണം ഈ നജീബിൻ്റെ ഒരു ജേർണി ഉണ്ടല്ലോ ഇതിനകത്ത്, അതിലെ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ആ ഇമോഷണൽ പോയിൻറ്റ്സ്. ബിക്കോസ് ബുക്കിലാവുമ്പോൾ ചാപ്റ്റർ മാറുമ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്, അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിനിമയിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇമോഷൻ ഇതെല്ലാം നേരത്തെ ഡിസ്കസ് ചെയ്ത് പ്രീ പ്രൊഡക്ഷനിൽ പ്ലാൻ ചെയ്ത്. ഇപ്പം ഞങ്ങൾക്ക് ഈവൻ എസ്കേപ്പ് സമയത്ത് പോലും ഞങ്ങളൊരു മീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു എനർജി ലെവലിന് മീറ്റർ. അപ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ സീൻ കഴിയുമ്പോൾ എനർജി ലെവൽ 70%, 60%, 50% കുറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് ഞങ്ങൾ ആ മീറ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ വർക്കും ചെയ്തത് അതിലേക്ക്. ഈവൻ പൃഥ്വിരാജും ഗോകുലും ആയിക്കോട്ടെ, ഖാദ്രി, എല്ലാവരും ആ ഒരു മീറ്റർ എനർജി ലെവൽ ഒന്ന് കുറച്ച് കാണുന്ന രീതിയിലായിരുന്നു. ഈവൻ ഇമോഷൻ ബുക്കിലെ നമുക്ക് ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ഇമോഷണൽ ജേർണി, അത് ഹോൾഡ് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച്. അത് ഐ തിങ്ക് നമ്മളത് സക്സീഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൾക്കാർ യു ലവ് ദ ഫിലിം. അതെ, ഈ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ, എല്ലാം ചോദിച്ചു തീർക്കും. പക്ഷേ ഈ പാമ്പ് വരുന്നത് ശരിക്കും CG ആണോ, അതെ അതിനകത്ത് എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്? റിയൽ ആയിട്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ പാമ്പ് ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ റിയൽ ആയിട്ട്, കാരണം മാക്സിമം റിയൽ ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ. പാമ്പായിക്കോട്ടെ, സാൻഡ്സ്റ്റോം ആയിക്കോട്ടെ, എല്ലാം റിയൽ മാക്സിമം കിട്ടണം. പിന്നെ അതിനൂടെ VFX ഒരു അഡീഷൻ എന്തെങ്കിലും ചെയ്താൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പ്രൊഡക്ഷനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാമ്പ്, ഒരു 5-8 പാമ്പിനെ വേണം. അപ്പോൾ അൾജീരിയ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പാമ്പ് വേണം, അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ ലൊക്കേഷനിൽ അവർ പാമ്പിനെ കൊണ്ടുവന്നു. അപ്പോൾ അവർ കുപ്പിയിലും ജാറിലും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കി മരുഭൂമിയിൽ അത് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് അതിൽ ആ പാമ്പുകളെ ഇട്ടിട്ട് ലൈവ് ഷൂട്ട് ചെയ്തതാണ്. അതെ, ആ ലൈവ് ഷൂട്ട് ചെയ്ത് അതാണ് നമുക്ക് അത്ര ഡീറ്റെയിലിംഗ് പാമ്പിൻ്റെയൊക്കെ കിട്ടുന്നത്. പിന്നെ അതിൽ ആ ബാക്കിയിലുള്ള അഡീഷൻസ് ദൂരെ കാണുന്നത് മാത്രമേ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തുള്ളൂ VFX. ബാക്കിയെല്ലാം റിയൽ സ്നേക്സ് ആയിരുന്നു. ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഞങ്ങൾക്കും പേടിയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം പോലും ആ ആളെ, ഈ പാമ്പ് കൊണ്ടുവന്ന ആളെ ഷോട്ടിനിടയിൽ പുള്ളി പാമ്പിനെ ഒന്ന് മാറ്റാൻ ഒരു പാമ്പ് കയറി കടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷമൊക്കെ എടുത്ത് പുള്ളി മാറ്റിയതായിരുന്നു. പാമ്പ് കടിച്ചപ്പോൾ പുള്ളി കൈ ഒന്ന് കൊടുന്നു. ഈ പാമ്പ് എൻ്റെ പുറത്തേക്ക് വന്ന് വീഴുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഓടി. അപ്പോൾ ബ്ലെസ് സാർ ദൂരെ നിൽക്കുക, അത്ര അടുത്ത് പോയി നിൽക്കല്ലേ അതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഷോട്ട് കിട്ടണം, ആ കാലിലേക്ക് കയറണം. ആ കാലിലേക്ക് കയറുന്നെല്ലാം റിയൽ പാമ്പാണ്. അതെ, അതാരുടെ കാലായിരുന്നു അത്? ഞങ്ങൾ ഒരു കാലുണ്ടാക്കി അതിനു വേണ്ടി. കാരണം ഏതെങ്കിലും ഒന്നല്ലേ പറ്റും, ഒന്നില്ലെങ്കിൽ റിയൽ കാല് അല്ലെങ്കിൽ റിയൽ പാമ്പ്. അതെ, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ഏരിയൽ വ്യൂ ഷോട്ട്സ് കാണിക്കുമ്പോൾ മരുഭൂമിയാണ്, കാൽപ്പാടുകളൊന്നും, ക്രൂവിൻ്റെ കാൽപ്പാടുകൾ കാണാൻ പാടില്ല. അത് CGയിൽ മായ്ച്ചതാണോ, അതെ
അതെങ്ങനെയായിരുന്നു അതിൻ്റെ? ഇല്ല, ഞങ്ങൾ ഷൂട്ട് എവിടെയാണ് ഷൂട്ട് ചെയ്യണത് അവിടെ ഞങ്ങൾ നേരത്തെ അപ്പം നാളെ ഈ സീനൊക്കെയാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ആ ഏരിയ മൊത്തം കോർഡൺ ഓഫ് ചെയ്യായിരുന്നു. അവിടെ ആരും പോവാതെ ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് തിരികെയായിരുന്നു. റിഹേഴ്സലെല്ലാം വെളിയിൽ ചെയ്തിട്ട് ഷോർട്ട് സമയത്ത് മാത്രം ഈ ആക്ടേഴ്സിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ടാണ് ഈ കാൽപ്പാടുകളൊന്നും കാണാത്തത്. ഇതെല്ലാം നേരത്തെ തൊട്ടേ അറിയായിരുന്നു. കാരണം കാൽപ്പാട് ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുമാത്രമല്ല, ഇത് ക്ലീൻ ചെയ്താൽ പോലും ഈ മരുഭൂമിക്ക് അതിൻ്റെ കാറ്റടിക്കുന്ന അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. ആ ടെക്സ്ചർ എന്ത് ചെയ്താലും റീക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആണ്. അതുകൊണ്ടാണ് റിഹേഴ്സലെല്ലാം വെളി ചെയ്ത് എല്ലാം സ്ട്രേറ്റ് അവിടെ കൊണ്ട് ആക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഷോട്ട് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യവും കൂടെയുണ്ട്. ഈ ഒരാളെ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മണ്ണ് മാറി അത് റീപ്ലേസ്ഡായി അത് വരിയായി നേരെയാവുന്ന ഒരു പരിപാടി പ്രോസസ്സ് മൂവ്മെൻ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പൃഥ്വിരാജ് പല സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്തും ഈ ചരിവന്ന് ഇങ്ങനെ മണ്ണ് പൊട്ടി അത് അവിടെ ക്ലിയർ ആവുന്നതുണ്ടല്ലോ, ഒരു സ്ലോ മോഷൻ എഫക്റ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് രസമായിട്ടാണ് അതായത് നിങ്ങളുടെ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽസ് പോലെ തന്നെ മരുഭൂമിയും കൂടെ നമുക്ക് വേണ്ടിയിട്ട് അത്തരം ഒരു ഡീറ്റെയിൽസ്. അത് മരുഭൂമി അത് മാത്രമല്ല, ഇപ്പം ആ ഷോട്ട് ഉണ്ടല്ലോ, ആ പറഞ്ഞ ഷോട്ട് ബാക്കിൽ മണൽ ഇങ്ങനെ തെരിതെരിയെ വീഴുന്നത്, ആ ഷോട്ട് പോലും ഞങ്ങൾ 2-3 ടേക്ക് എടുത്താൽ. അപ്പം ഞങ്ങൾ ആദ്യത്തെ ടേക്ക് ഇവിടെ ചെയ്തു, അടുത്ത ടേക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഒരു ഫ്രഷ് സ്പേസിലേക്കാണ് കൊണ്ടുവരുന്നത് അവിടെ. അപ്പോൾ ഇതെല്ലാം റീക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളായിട്ട് നാച്ചുറൽ സാധനങ്ങൾ ഇതെല്ലാം വരുന്നത്, ഇതൊന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഓരോ ടേക്കിന് അടുത്തടുത്ത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ അത് മേക്ക് ഷുവർ ചെയ്തായിരുന്നു ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത് ഡെസേർട്ടിൽ. ബിക്കോസ് അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് ഡെസേർട്ടിൻ്റെ. ഇതിലും നമ്മൾ ചില സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് അതായിരുന്നു. അതിൽ മിക്ക സീക്വൻസ് എല്ലാം നമ്മൾ സ്പെസിഫിക് ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഒരു സീൻ തീരില്ല. അത് ചിലപ്പോൾ ഒരു 6-7-8 ദിവസം കൊണ്ടായിരിക്കും തീരുന്നത്. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ എല്ലാ വൈകുന്നേരവും അല്ലെങ്കിൽ എല്ലാം ആ ഒരു മണിക്കൂറിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ മണൽക്കാറ്റടിച്ചതിൻ്റെ ഷേപ്പ് മാറും ഡ്യൂണിൻ്റെ. അതും ഒരു ഇഷ്യൂ ആയിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് പ്ലാനിങ്ങോടെ ഇതെല്ലാം ഇറ്റ്സ് ഓൾ പ്ലാൻഡ്. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇത് വർഷങ്ങളെടുത്ത ഒരു സാധനമാണ്. കണ്ടിന്യൂറ്റി പിടിച്ചേക്കുന്നതും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാരണം ഇതിൻ്റെ കണ്ടിന്യൂറ്റി പിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി പോലും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം ഈവൻ കാറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട് ഇതിൽ. കാരണം മരുഭൂമിയിൽ കാറ്റ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ കുറച്ച് നിമിഷം കഴിയുമ്പോഴത്തേക്ക് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് പോകും. ഇത് നോക്കണം, കാറ്റ് ഫുൾ ടൈം കാറ്റുള്ളതുകൊണ്ട് ഉടുപ്പ് വറക്കണം, മുടി വറക്കണം, ഇതെല്ലാം കണ്ടിന്യൂറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സീൻസ് പല ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ചില സീൻസ് ഒരു വർഷം മുമ്പ് ഷൂട്ട് ചെയ്താൽ അതിൻ്റെ ബാക്കി ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂറ്റി മാക്സിമം വാട്ട് എവർ വി കുഡ് ഡു വി ഹവ് ഡീറ്റെയിൽഡ് ലുക്ക്ഡ് ഇൻ ടു. സിനിമാറ്റോഗ്രാഫർ സുനിൽ, അതേപോലെ രഞ്ജിത്ത് അമ്പാടി, കോസ്റ്റ്യൂം ഡിസൈനർ, എല്ലാവരും ഇതിപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ റഹ്മാൻ സാറ് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു ഡെസേർട്ടിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഡെസേർട്ടിൽ 2 പേര് നടക്കുമ്പോൾ അത് രണ്ടും കൂടെ ചേരുന്ന ഫീല് എന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ എന്നാൽ ഡെസേർട്ടിലെ മണലും ഒക്കെ ചേർന്ന്, ഇല്ലെങ്കിൽ നമ്മൾ മരുഭൂമി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറാണ് മ്യൂസിക് കിടക്കുന്നത്. എന്നാൽ ഇവരുടെ ഇമോഷനുണ്ട്. ആ മനുഷ്യൻ ഒരു അസാധ്യ മനുഷ്യനാണ്. ഇതുപോലെ റഹ്മാൻ സാറും ഇതുപോലെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സമയം കിട്ടുവാണെങ്കിൽ ഇപ്പം കൂടെ വർക്ക് ചെയ്തിലേക്ക് ക്രിയേറ്റീവ് ഒരു ലിമിറ്റ്ലെസ് ഒരു പിന്നെ ഇത്രയും വലിയ ആളായിട്ടും ഇത്രയും ഹമ്പിൾ ആവുന്ന ഒരു മനുഷ്യനെ കണ്ട് റീവർക്ക് ചെയ്യണമെങ്കിൽ പോലും യാതൊരു മടിയില്ല. റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നവരെ ഞങ്ങളും ഇടയ്ക്ക് പറയാറുണ്ട്, റഹ്മാൻ സാറിന് ഒന്നില്ലെങ്കിൽ സിനിമയോടും ബ്ലെസ്സി സാറിനോടും ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യാനായിട്ട് എന്തോ ഒരു കണക്ഷൻ പുള്ളിക്ക് സിനിമയും ബ്ലെസ്സി സാറിനോട് പ്രത്യേകിച്ച്. ബിക്കോസ് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ റാപ്പ് ഭയങ്കര രസകരമായ റാപ്പുമാണ്. കാരണം അതുപോലെ റെസ്പെക്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഈവൻ റസുൽ പൂക്കുറ്റി പോലും ഡീറ്റെയിലിങ്ങിലേക്ക് മൈന്യൂട്ട് ഡീറ്റെയിലിങ്. അവിടെ കുപ്പി ഇഫ് യു റിമെമ്പർ, കുപ്പി അവൻ കളയാൻ നേരത്ത് ആ കുപ്പി അവിടെ കിടക്കാൻ നേരത്തെ കാറ്റ് കുപ്പിക്കൊത്ത് അടിക്കുമ്പോഴത്തേക്ക് ഒരു വിസ്ലിംഗ് സൗണ്ട്, അതെല്ലാം ഡീറ്റെയിൽഡ്
വർക്ക് ചെയ്തതാണ്. സോ ദാറ്റ് ഈസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അതിലേക്ക് ഒരു 200% കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടാവുന്നത്. സൂപ്പറാണ്. ഈ ഫ്രെയിംസ് ഒരുപക്ഷെ നമ്മൾ ആഡ് ഫിലിം കാണുമ്പോൾ തന്നെ കാണാൻ പറ്റിയത്, ഇപ്പോൾ റോബിൻ ശരിക്കും ആഡ് ഫിലിം വർക്ക് ചെയ്തതുകൊണ്ടാണോ ശരിക്കും ബ്ലെസ് സാർ വിളിക്കുന്നത് ഇതിനകത്ത്? ഇത് ഭയങ്കര ഡെസ്റ്റിനിയാണ്. ഞാൻ ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. ഞാൻ ബോംബെയിൽ ആഡ്സും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു മലയാളം സിനിമ ചെയ്യണം. കാരണം എനിക്ക് നാളെ ഒരു മലയാളം സിനിമ ഡയറക്റ്റ് ചെയ്യണം, ഒരു ഫിലിം മേക്കർ ആവണമെന്നൊരു ആഗ്രഹം, എനിക്കൊരു അസിസ്റ്റ് ചെയ്യണം ഒരാൾ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും പരിചയമില്ല, ഞാൻ എങ്ങനെ ആരെ വിളിക്കും? അപ്പോൾ വർഷങ്ങളായി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു മലയാള സിനിമ എവിടെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരല്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ദിവസം കോള് വരുന്നത്, ഇങ്ങനെ ആടുജീവിതം എന്നൊരു സിനിമ അവർ നോക്കുന്നുണ്ട്, ഒരാളെ ബോംബെയിൽ നിന്ന് നോക്കുന്നുണ്ട്, മലയാളിയായ ഒരാൾ. എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. ഞാൻ ആ ഫസ്റ്റ് ഹാഫ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് വരുക അടുത്ത നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കാണ് ഞാൻ സെക്കൻഡ് ഹാഫ് വായിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കും, ശരിക്കും ആഗ്രഹിച്ചാൽ അത് നടക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് നജീബിനും സംഭവിച്ചത്. ആ ഗ്രിട്ടും ആ ടീമിനും, ഞങ്ങൾ ഫുൾ ടീമിനും അത് തന്നെയാണ്. ബ്ലെസ്സി സാറിന് കൂടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ബിലീഫ്, ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ഈ സിനിമ നമുക്ക് ഇത്ര കോംപ്രമൈസ് ഇല്ലാതെ ഇത്രയും നാളെടുത്തെങ്കിലും ഹിക്കപ്സ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഫിനിഷ് ചെയ്യണം. ഇതെല്ലാം അതിൻ്റെ ഒരു ഇതാണ്. ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. സോ അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ എം ഫേമസ് ഓർ ഐ എം ജസ്റ്റ് എ നോർമൽ AD in Bombay. So it's just destination and I'm here and I believe in destiny. So and I'm grateful that he called me. അതെ അതെ, ഈ പടത്തിൽ തന്നെ വരാൻ കഴിഞ്ഞു. ഈ പടത്തിന് ഭയങ്കര സന്തോഷം. ഫസ്റ്റ് മലയാളം പടം 6 years ആടുജീവിതം. ഗ്രേറ്റ്. നത്തിങ് ടു ആസ്ക് മോർ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ADയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഇൻ്റർവ്യൂ ചെയ്തത്. അത് ഈ പടത്തിൻ്റെ പ്രത്യേകതയാണ്. അതെ, ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഫുൾ ലെങ്ത് സിനിമ കണ്ട ആളാണ്, ഒരുപക്ഷെ ഫുൾ ലെങ്ത് സിനിമയാണ് വരേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? ഫുൾ ലെങ്ത് ഞങ്ങളിത് സിനിമ എഡിറ്റിങ്ങിൽ തുടങ്ങിയപ്പോൾ തൊട്ട് 4.5 മണിക്കൂർ സിനിമയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. സോ അങ്ങനെ വന്നിട്ടാണ് ഈ ഒരു ബട്ട് സി വിത്തൗട്ട് കോംപ്രമൈസിങ് ദിസ് ഇസ് വാട്ട് ദ ബെസ്റ്റ് ഇറ്റ് ഇസ്. നമ്മൾ യാതൊരു കോംപ്രമൈസും സെയിങ് ദാറ്റ് ഒരു റിഗ്രറ്റും ഇല്ല, അയ്യോ ഈ ഒരു സീൻ നമ്മൾ കളയരുതായിരുന്നു, അതോ ഈ സീൻ, ദിസ് ഇസ് വാട്ട് the best we have, we could do, and this is the best edit and this is the best, because even Nani sir could edit ചെയ്തപ്പോൾ പോലും he was very particular on what we are. Blessy sir could ഞങ്ങൾ അവിടെ എഡിറ്റിൽ ഇരിക്കുന്നത്, Blessy sir was very particular on what exactly he needs. So അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ പടം ചെയ്തത്. സോ അതുകൊണ്ട് I think everything has gone well, without stretching it and making it crisp and nice. എന്തായാലും ജനം ഏറ്റെടുത്തു, അങ്ങനെ തന്നെ തുടരട്ടെ. ഫുൾ ലെങ്ത് പടം നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയും. Thank you so much. Thank you for inviting an associate director for this interview. Thank you so much. അത് നിങ്ങളുടെ മിടുക്കാണ്. Thank you so much. Thank you.